ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്തോ ചൈന റിലേഷൻഷിപ്പ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. യൂറോപ്യൻ സാമ്രാജ്യത്വം കടന്നു വരുന്നതിന് മുന്നേ ഇന്ത്യയും ചൈനയും ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളായിരുന്നു. ചൈനയ്ക്ക് അതിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഗണ്യമായ സ്വാധീനവും നിയന്ത്രണവും അന്ന് ഉണ്ടായിരുന്നു. ചൈനയുടെ നീണ്ട ചരിത്രത്തിനിടയിൽ പലപ്പോഴായി മംഗോളിയ, കൊറിയ, ഇന്തോ ചൈന, ടിബറ്റ് എന്നിവയെല്ലാം തന്നെ ഈ ചൈനയുടെ മേധാവിത്വം അംഗീകരിച്ചിരുന്നു. ചൈനയെ പോലെ തന്നെ ഇന്ത്യക്കും അതിർത്തിക്കപ്പുറം വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. രണ്ടു കൂട്ടരും, ഇന്ത്യയും ചൈനയും, രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ സ്വാധീന ശക്തിയായാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ സ്വാധീന മേഖലയുള്ളിടത്ത് ചൈനയോ, ചൈനയുടെ സ്വാധീന മേഖലയുള്ളിടത്ത് ഇന്ത്യയുടെയോ സ്വാധീന ശക്തി ഉണ്ടാകുന്നത് വളരെ അപൂർവമായിരുന്നു. അതിനാൽ തന്നെ ഏറ്റുമുട്ടലുകൾക്കുള്ള സാധ്യതയും വളരെ കുറവായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഇടപെടലുകൾ വളരെ പരിമിതമായിരുന്നു. അതിനാൽ രണ്ടു രാജ്യങ്ങളും പരസ്പരം പരിചയമോ അടുപ്പമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരപാദത്തില് രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയതിനാൽ തക്കതായ വിദേശനയം രൂപീകരിക്കുന്നതിന് രണ്ട് രാജ്യങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നു. ഇന്ത്യ സ്വതന്ത്രയാവുകയും ചൈന വിദേശ ശക്തികളെ പുറത്താക്കുകയും ചെയ്തതോടുകൂടി വികസ്വര ലോകത്തിന്റെ, പ്രത്യേകിച്ചും ഏഷ്യയുടെ ഭാവിക്കായി രണ്ട് രാജ്യങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചു കാലം ഹിന്ദി, ചീനി, ബായി ബായി എന്ന മുദ്രാവാക്യമായിട്ടൊക്കെയാണ് നിലനിന്നിരുന്നത്. എങ്കിൽ പോലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം യുദ്ധത്തിൽ കലാശിച്ചപ്പോൾ ഈ ആശയങ്ങളെല്ലാം തന്നെ, രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് ഏഷ്യയുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നുള്ള ആ ഒരു ആശയമൊക്കെ ആവിയായി പോവുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യം നേടി ഏതാനും വർഷം കഴിയും മുമ്പ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ തെറ്റിപ്പിരിയുകയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണം നമ്മൾ 4-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. 1950 ചൈന ടിബറ്റിനെ കീഴടക്കിയതായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. അന്ന് ദലൈലാമയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടർക്കും ഇന്ത്യയിൽ അഭയം നൽകിയിരുന്നു. അതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത്. ഇന്ത്യ ചൈന അതിർത്തി സംബന്ധിച്ചും തർക്കങ്ങൾ ഒരുപാട് അന്ന് നിലനിന്നിരുന്നു. ഈ തർക്കം 1962 യുദ്ധത്തിലാണ് കലാശിച്ചത്. കാശ്മീരിലെ അക്സായി ചിൻ, പൂർവേന്ത്യയിലെ അരുണാചൽ പ്രദേശ് എന്നിവയുടെ മേല് ചൈന അവകാശവാദം ഉന്നയിച്ചിരുന്നു. 1962 യുദ്ധത്തില് ഇന്ത്യക്ക് കനത്ത പ്രഹരമേറ്റു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു. 1976 നയതന്ത്ര ബന്ധം പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു വന്നു. 1970കളുടെ അന്ത്യത്തില് ചൈനയിലെ നേതൃത്വം മാറി. അതോടെ ചൈനീസ് നയം കൂടുതൽ പ്രായോഗികമായി. അതിനാൽ തർക്ക വിഷയങ്ങൾ മാറ്റിവെച്ച് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന തയ്യാറായി. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി 1981 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് ചർച്ചകളും നടന്നു. ശീതസമരം അവസാനിച്ചതിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഗണ്യമായി മെച്ചപ്പെട്ടു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് തന്ത്രപരമായും സാമ്പത്തികമായും രണ്ട് വശങ്ങൾ ഉണ്ടായിരുന്നു. ആഗോള രാഷ്ട്രീയ മണ്ഡലത്തില് തങ്ങൾ വളർന്നു വരുന്ന ശക്തികളാണെന്ന് ഇന്ത്യയും ചൈനയും വിശ്വസിച്ചിരുന്നു. ഏഷ്യ രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കും താൽപര്യമുണ്ടായിരുന്നു. 1988 ഡിസംബറിൽ രാജീവ് ഗാന്ധി ചൈന സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ഇന്ന് കിടമത്സരം നിയന്ത്രിക്കാനും അതിർത്തിയിൽ ശാന്തിയും സമാധാനം നിലനിർത്തുന്നതിനും രണ്ട് രാജ്യങ്ങളും നടപടിയെടുത്തു വരുന്നുണ്ട്. സാംസ്കാരിക വിനിമയത്തിനും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സഹകരണത്തിനുമായി പല കരാറുകളിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിർത്തിയിലെ 4 ചുരങ്ങൾ വ്യാപാര സമ്പർക്കങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. ഇന്ത്യ ചൈന വ്യാപാരം 1999 മുതൽ 30% കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. 1992 ഇത് $33.8 കോടി എങ്കിൽ 2006 ആയപ്പോഴേക്കും അത് 1800 കോടി മാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കിടമത്സരം ഒഴിവാക്കണമെന്ന് രണ്ട് രാജ്യങ്ങളും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യയും ചൈനയും ഏറെക്കുറെ സമാനമായ നയങ്ങളാണ് അവലംബിക്കുന്നത്. ലോക വ്യാപാര സംഘടന പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക വേദികളിലും
രണ്ടു രാജ്യങ്ങളും ഇപ്പോൾ കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1998 ഇന്ത്യ അണ്വായുധ പരീക്ഷണം നടത്തിയത് ചൈനയിൽ നിന്നുള്ള ഭീഷണി മുൻനിർത്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഇടപാടുകൾക്ക് അത് തടസ്സമായില്ല. പാകിസ്ഥാൻ അണ്വായുധം ശേഖരിക്കുന്നത് ചൈനയുടെ സഹായത്തോടെയാണെന്ന് പറയപ്പെടുന്നു. ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയുമായുള്ള ചൈനയുടെ സൈനിക ബന്ധം ദക്ഷിണേഷ്യയിലെ ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് പലപ്പോഴും അനുഗുണമല്ല. എന്നാൽ ഇതൊന്നും വൻ സംഘർഷത്തിന് വഴിവെക്കാനിടയില്ല. ഇന്ത്യൻ നേതാക്കന്മാരും ചൈനീസ് നേതാക്കന്മാരും അതുപോലെ ഉദ്യോഗസ്ഥരും ബീജിംഗിലേക്കും ഡൽഹിയിലേക്കും ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നുണ്ട്. ഇരുവശത്തുമുള്ളവർക്കും ഇപ്പോൾ മറുവശത്തുള്ളവരെ കൂടുതൽ പരിചിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളും പൊതു സാമ്പത്തിക ബന്ധങ്ങളും വർദ്ധിച്ചു വരുന്നു. ആഗോള പരിഗണനകൾക്ക് ലോകത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രണ്ടു രാജ്യങ്ങളും തമ്മിൽ ബന്ധത്തെ രചനാത്മകവും ഊർജ്ജസ്വലമാക്കാനും സഹായിക്കും. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ശീതസമരം വരികയും ആ ശീതസമരം അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മെച്ചപ്പെടുന്നതിനുള്ള കാരണങ്ങളായി പറയുന്നത് ഒന്ന്, 1988 രാജീവ് ഗാന്ധി ചൈനയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. പിന്നെ വരുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ സാംസ്കാരിക വിനിമയത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സഹകരണത്തിനുമുള്ള കരാറുകളും ഈ ബന്ധം മെച്ചപ്പെടുത്താനായി സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യാപാര സമ്പർക്കങ്ങൾക്കായി അതിർത്തിയിൽ 4 ചുരങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ബന്ധത്തെ ശക്തമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കിയത്. എങ്കിലും ഇപ്പോഴും ചില ഭീഷണികൾ ഇന്ത്യ ചൈന ബന്ധത്തിനുണ്ട്. അതിനൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം. പാകിസ്ഥാൻ അണ്വായുധം ശേഖരിക്കുന്നത് ചൈനയുടെ സഹായത്തോടെയാണെന്നുള്ളൊരു എന്ന് പറയപ്പെടുന്നുണ്ട്. അതും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിനൊരു ഭീഷണിയായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയുമായുള്ള ചൈനയുടെ സൈനിക ബന്ധവും പലപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാലം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിലും ഈ അടുത്തിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു പോറൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ ഒരുപാട് വായിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ജപ്പാന്റെ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധി ആർജിച്ച ചൈനീസ് ബ്രാൻഡുകളാണ് സോണി, പാനസോണിക്, കാനോൺ, സുസുക്കി, ഹോണ്ട, ടയോട്ട, മസ്ദ എന്നിവ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരുപാട്. സോണി കേട്ടിട്ടുണ്ട്, പാനസോണിക്, കാനോൺ, സുസുക്കി, ഹോണ്ട, ടയോട്ട, അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ജപ്പാനീസ് ബ്രാൻഡുകളാണ്. ഉയർന്ന സാങ്കേതിക മികവുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം തന്നെ. ജപ്പാനിൽ പ്രകൃതി വിഭവങ്ങൾ കുറവായതിനാൽ മിക്ക അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് പോലും ജപ്പാന്റെ പുരോഗതി നമ്മളെ ഏവരെയും ഇന്ന് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിനേറ്റ പ്രഹരത്തിന് ശേഷം ആ രാജ്യം വമ്പിച്ച നേട്ടം കൈവരിച്ചത് ഏവരും അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ജപ്പാൻ ഇന്ന് കണ്ടിട്ടുണ്ട്. G8 രാജ്യങ്ങളിലെ ഏക ഏഷ്യൻ അംഗമാണ് ജപ്പാൻ. ലോക ജനസംഖ്യയിൽ ജപ്പാന് 10ാം സ്ഥാനമാണ് ഉള്ളത്. ആണവ നശീകരണത്തിന്റെ ഭീകരമുഖം ഏറ്റവും ആദ്യം ദർശിച്ച രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ നമ്മൾ പറഞ്ഞതാണ്, ജപ്പാനിലാണ് ആദ്യമായിട്ട് അണ്വായുധ പരീക്ഷണം നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭീകരമുഖം ആദ്യമായി കണ്ട രാജ്യമാണ് ജപ്പാൻ. UN-ലെ റെഗുലർ ബഡ്ജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രണ്ടാമത്തെ രാജ്യമാണ് ജപ്പാൻ. 1951 മുതൽ അമേരിക്കയുമായി ഒരു സുരക്ഷാ സഖ്യം നിലനിർത്തുന്നുണ്ട്. യുദ്ധം രാഷ്ട്രത്തിന്റെ പരമാധികാരവും അന്തർദേശീയ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഭീഷണിയോ ബലപ്രയോഗമോ പ്രയോഗിക്കാമെന്നുള്ള രീതിയും ജപ്പാന്റെ ഭരണഘടന നിരോധിക്കുന്നുണ്ട്. അവരുടെ ഭരണഘടനയുടെ വകുപ്പ് 9 അതിനെക്കുറിച്ച് പറയുന്നത്. രാജ്യത്തിന്റെ സൈനിക ചെലവ് GDP-യുടെ 1% മാത്രമാണെങ്കിലും ലോകം മുഴുവൻ വെച്ച് നോക്കും അത് 4ാം സ്ഥാനത്ത് നിലനിന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതാണ് ജപ്പാന്റെ കാര്യം ഇതിൽ പറയാനുള്ളത്.
ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ആദ്യം യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറഞ്ഞു, ആസിയാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ചൈനീസ് ഇക്കോണമിയുടെ വളർച്ചയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ജപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ജപ്പാന്റെ കാര്യവും ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത്. താങ്ക് യു.